Good morning. Welcome back to Open Med School. I am Dr. Andrews, Professor of Medicine, Consultant Neurologist. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ പ്രമേഹത്തെക്കുറിച്ചും പ്രമേഹത്തിൻ്റെ ടെസ്റ്റിനെ കുറിച്ചും സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിഷയം പ്രമേഹമുള്ളവർക്ക് ദിവസത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ എത്ര തവണ രക്തത്തിലെ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര പരിശോധിക്കണം. നമുക്കറിയാം, ഡയബറ്റീസ് എന്നത് നമ്മുടെ രക്തത്തിലെ ഷുഗറിനെ നന്നായി നിയന്ത്രിച്ചാൽ ഹൃദ്രോഗം, വൃക്കരോഗം, കാഴ്ചയ്ക്കുണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ എന്നിവ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. ആയതിനാൽ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി പരിശോധനയുടെ അടിസ്ഥാനം എത്ര തവണ ചെയ്യണമെന്നത് നിങ്ങളുടെ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഏത് തരമാണെന്നനുസരിച്ചിരിക്കും. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, ഡയബറ്റീസ് ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, പിന്നെ ഗർഭിണികളിലുണ്ടാകുന്ന പ്രമേഹമുണ്ട്. അപ്പോൾ ഇതിലേതാണ് എന്നനുസരിച്ചാണ് നമ്മൾ എത്ര തവണ ചെയ്യേണ്ടി വരുമെന്ന് തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചികിത്സ ഇൻസുലിനാണോ, ഗുളികകളാണോ, ജീവിതശൈലി നിയന്ത്രണമാണോ എന്നതും വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ടാർഗറ്റ്? ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റുകളാണ് ഷുഗറിൻ്റെ ലെവലിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഷുഗർ കുറയാനുള്ള, ലോ ഷുഗർ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിയ വരാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്, ഈ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എത്ര തവണ ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഇനി ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർ അടിക്കടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് പുറമേ നിന്നുള്ള ഇൻസുലിൻ കൊടുത്ത് ആണ് നമ്മൾ ഷുഗർ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അവർ ഒരു ദിവസം പല തവണ പരിശോധിക്കേണ്ടി വരും, ദശം ഒരു 4 തവണയെങ്കിലും. അതുപോലെ ഇൻസുലിൻ ഉള്ളവരും ഗർഭിണികളായവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ കൂടുതൽ തവണ ഡോക്ടർ നിർദ്ദേശമനുസരിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി സൗകര്യമുള്ളവർക്ക്, സാമ്പത്തികമായിട്ട് സൗകര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് എന്ന ഒരു മെത്തേഡുണ്ട്. പക്ഷേ അത് പലപ്പോഴും സാധ്യമാകുകയില്ല. ഈ ടൈപ്പ് 2 പ്രമേഹമുള്ളവർ, അതായത് നമ്മൾ സാധാരണ പ്രായമായവരിൽ കാണുന്ന ഷുഗർ ഉള്ളവർക്ക് നിങ്ങൾ ചികിത്സ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഗുളികൾ മാത്രം അല്ലെങ്കിൽ ഡയറ്റ് മാത്രം കൺട്രോൾ ചെയ്യുന്നവർക്ക് ദിവസമുള്ള പരിശോധന ആവശ്യമില്ല. ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ മറ്റോ പരിശോധിച്ചാൽ മതി. എന്നാൽ ഇൻസുലിൻ ഉപയോഗിക്കുന്നവർ ദിവസവും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ ഡോസ് വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കണം. ഷുഗർ കുറയുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുകയോ കുറവായിട്ടുണ്ടാകുകയോ ചെയ്തിട്ടുള്ളവരും കൂടുതൽ സമയം നിങ്ങൾ ദിവസവും തന്നെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഇനി ശരിക്കും കൺട്രോൾഡ് ആണെങ്കിൽ സ്ഥിരമായിട്ട് പരിശോധിക്കാത്ത ആൾക്കാർ പനി ഉണ്ടാകുക, മറ്റ് അസുഖങ്ങളുള്ളപ്പോൾ, അല്ലെങ്കിൽ ലോ ഷുഗറിൻ്റെ സിംറ്റംസ് ആയ വിറയൽ, വേർപ്പ്, തലചുറ്റൽ ഇങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ടെസ്റ്റ് ചെയ്യണം. ഷുഗർ കൂടിയതുപോലുള്ള സിംറ്റംസ്, അത്യധികം ദാഹം വരിക, മൂത്രം കൂടുതലായി പോവുക, ഇങ്ങനെയുള്ളപ്പോഴും, പിന്നെ പുതിയ മരുന്നുകൾ കഴിക്കുമ്പോൾ, ഭക്ഷണക്രമത്തിൽ വ്യത്യാസം വരുത്തുമ്പോൾ, വ്യായാമത്തിലേക്ക് മാറുക അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കണം ദിവസവും തന്നെ. ഇതാണ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സമ്മറി. ഇതാണ്. ഈ വിഷയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇൻസുലിൻ ഉണ്ടെങ്കിൽ ദിവസവും ടെസ്റ്റ് ചെയ്യണം. അത് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഗർഭിണികളാണെങ്കിലും പലതവണ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഹീമോഗ്ലോബിൻ A1C ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ, ഒന്നല്ലെങ്കിൽ 2 തവണ ചെയ്താൽ മതിയാവും. ഇനി ഫാസ്റ്റിംഗ് ഷുഗർ വേണോ, പോസ്റ്റ് പാൻഡൽ ഷുഗർ വേണോ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. മാറി മാറി ചെയ്യുക, ഇടയ്ക്ക് ഫാസ്റ്റിംഗ്, ഇടയ്ക്ക് പോസ്റ്റ് പാൻഡൽ. ഈ വിഷയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ വീഡിയോസ്. താങ്ക് യു.